നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ദേശീയ അന്തർദേശീയ മികവ് തെളിയിച്ചിട്ടുള്ളവർക്ക് മാർത്തോമ സഭയുടെ ആഭിമുഖ്യത്തിലുള്ള 16ാമത് മേൽപ്പാടം ആറ്റുമാലിൽ ജോർജ് കുട്ടി മെറിറ്റ് അവാർഡ് മൃഗസംരക്ഷണ പ്രവർത്തകയും പത്മശ്രീ അവാർഡ് ജേതാവുമായ ഡോക്ടർ ശോശാമ്മ ഐപ്പിന് സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതായിരുന്നു അവാർഡ്. യുവശാസ്ത്രജ്ഞർക്കുള്ള അവാർഡുകൾ റൂർക്കി IITയിലെ എർത്ത് സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശാരദ പ്രസാദ് പ്രധാൻ, ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് എൻവയോൺമെന്റ് സയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശ്വിനി കുമാർ തിവാരി, ബോംബെ IIT കെമിസ്ട്രി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ അർണാബ് ദത്ത എന്നിവർക്ക് നൽകി. 50,000 രൂപയും പ്രശസ്തി പത്രവുമായിരുന്നു അവാർഡ്. തിരുവല്ല സഭാ ആസ്ഥാനത്തെ സഭാ കൗൺസിൽ ചേംബറിൽ നടന്ന സമ്മേളനത്തിൽ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. That what you have done today could be done in a better way under the given circumstances than what you have done today is not a human action. അവാർഡുകൾ മാർത്തോമ മെത്രാപ്പൊലീത്ത നൽകി. അവാർഡ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. There are scholarships also to be presented to needy children, and especially encouraging the institutions to come up with charity programs. Especially portion is set apart for that also. So we thank God for this opportunity, and I appreciate all of you for coming and participating in this program. ഡോക്ടർ യുയാക്കിം മാർ കുറിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത, എപ്പിസ്കോപ്പമാരായ തോമസ് മാർ തിമത്തിയോസ്, ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ്, ഡോക്ടർ തോമസ് മാർ തീത്തോസ്, സക്രിയാസ് മാർ അപ്രൈം, ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സെറാഫീം, സീനിയർ വികാരി ജനറൽ വെരി റവറൻഡ് മാത്യു ജോൺ, സഭാ സെക്രട്ടറി റവറൻഡ് എബി ടി മാമൻ, വൈദിക ട്രസ്റ്റി റവറൻഡ് ഡേവിഡ് ഡാനിയൽ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസിൽ സക്കറിയ കോമാട്ട്, ഡോക്ടർ ശോശാമ്മ ഐപ്പ്, AV ജോൺസ്, നീതു മേരി മാമൻ എന്നിവർ പ്രസംഗിച്ചു. സമർത്ഥരായ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള ജോർജ് സ്കോളർഷിപ്പ്, പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന സാമ്പത്തിക സാമൂഹിക പിന്നോക്ക അവസ്ഥയിലുള്ള കുട്ടികൾക്കുള്ള സാറാമ്മ ജോൺസ് സ്കോളർഷിപ്പ് എന്നിവയും നൽകി. ജീവകാരുണ്യ സ്ഥാപനത്തിനുള്ള PS ജോർജ് ഉപഹാരം കാട്ടാക്കട വയോജന മന്ദിരത്തിന് സമ്മാനിച്ചു. മാരാമൺ കൺവെൻഷന്റെ 130ാമത് മഹായോഗം ഫെബ്രുവരി 9 മുതൽ 16 വരെ മാരാമൺ മണൽപ്പുറത്തൊരുക്കുന്ന പന്തലിൽ നടക്കുമെന്ന് മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻഡ് എബി കെ ജോഷുവ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ മിഷണറി പ്രസ്ഥാനവും ഭാരതത്തിൽ ആദ്യമായിട്ട് തദ്ദേശീയ മിഷണറിമാരെ അയച്ച് മിഷൻ പ്രവർത്തനത്തിന് നാന്ദി കുറിച്ച മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ചുമതലയിൽ നടത്തപ്പെടുന്നതായിട്ടുള്ള 130ാമത് മാരാമൺ കൺവെൻഷൻ 2025 ഫെബ്രുവരി 9 മുതൽ 16 വരെ നടത്തത്തക്കവണ്ണം ക്രമീകരണങ്ങൾ ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 9 ഉച്ചയ്ക്ക് 2 സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. മാർത്തോമ സഭയിലെ ബിഷപ്പുമാരും സഹോദരി സഭയിലെ ബിഷപ്പുമാരും കൂടാതെ ലോക സഭാ കൗൺസിൽ ജനറൽ സെക്രട്ടറി റവറൻഡ് പ്രൊഫസർ ജെറി പിള്ളൈ, കൊളംബിയ ബൈബിൾ സെമിനാരി പ്രസിഡന്റ് ഡോക്ടർ വിക്ടർ അലായോ, രാജ്കുമാർ രാംചന്ദ്രൻ ഡൽഹി എന്നിവരും പ്രസംഗകരായിരിക്കും. ലഹരി വിരുദ്ധ സമ്മേളനം, മിഷണറി സമ്മേളനം, എക്യുമെനിക്കൽ സമ്മേളനം, ഭാഷാ യോഗങ്ങൾ, കുടുംബവേദി, യുവവേദി, ബൈബിൾ ക്ലാസ് തുടങ്ങിയ യോഗങ്ങൾ ക്രമീകരിക്കും. പാലം, പന്തൽ നിർമ്മാണം ഉൾപ്പെടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. മറ്റു ഭാരവാഹികളായ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, പ്രൊഫസർ എബ്രഹാം പി മാത്യു, റവറൻഡ് ജിജി വർഗീസ്, പബ്ലിസിറ്റി കൺവീനർമാരായ ടിജു എം ജോർജ്, തോമസ് പി കോശി, പി അച്ഛൻകുഞ്ഞ്,
എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. 130ാമത് മാരാമൺ കൺവെൻഷന്റെ പന്തൽ കാൽനാട്ട് മാരാമൺ മണൽപ്പുറത്ത് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ഇന്ന് പന്തൽ അതിൻ്റെ കാൽനാട്ട് കർമ്മമൊക്കെ നിർവഹിക്കുമ്പോൾ തുടർന്ന് പന്തൽ നിർമ്മിച്ച് പൂർത്തീകരിക്കാനായിട്ടും ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ടും നമുക്കിടയായിട്ട് തീരും. എന്നാൽ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ജനതതി ഉണ്ടാകുന്നു എന്നത് ആണ് ഇതിൻ്റെ ശക്തി നമുക്ക് പകർന്നു തരുന്നതായിട്ടുള്ള ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അപ്രകാരമുള്ള ഒരു ശക്തി കേന്ദ്രമായി ദൈവജനമായി തീരുന്നതിന് ഈ കാലഘട്ടത്തിൽ ദൈവജനത്തെ ദൈവം ഒരുക്കട്ടെ എന്നത് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. പന്തലിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. പന്തലും പരിസരവും ദൈവത്തിന് വിശുദ്ധം എന്ന രീതിയിൽ അത് രൂപപ്പെടുത്തി ജനസമൂഹം ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവജനം ശ്രവിച്ച് രൂപാന്തര അനുഭവത്തിൽ, പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ ജീവിതത്തെ നയിപ്പാൻ ഇത് മുഖാന്തരമായി തീരണം. അനേകരുടെ ആത്മാർത്ഥമായിട്ടുള്ളതായ സഹകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ദേശവാസികൾ, സമീപ ഇടവകകൾ, സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ, ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് സർക്കാർ സംവിധാനം, ഇതെല്ലാം ഇതിൻ്റെ സുഗമമായ നടത്തിപ്പിന് സഹായകരമായി നല്ല രീതിയിൽ ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാൻ ഇടയാകുന്നു. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയോടുകൂടെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹകരമായി മുന്നോട്ട് നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ. മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ, മന്ത്രി ശ്രീമതി വീണ ജോർജ്, സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻഡ് എബി കെ ജോഷുവ എന്നിവർ പ്രസംഗിച്ചു. സീനിയർ വികാരി ജനറൽ വെരി റവറൻഡ് മാത്യു ജോൺ, വികാരി ജനറൽ റവറൻഡ് കെ വി ചെറിയാൻ, സഭാ സെക്രട്ടറി റവറൻഡ് എബി ടി മാമൻ, സുവിശേഷ പ്രസംഗ സംഘം ലേഖക സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം പി മാത്യു, സഞ്ചാര സെക്രട്ടറി റവറൻഡ് ജിജി വർഗീസ്, ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, വൈദിക ട്രസ്റ്റി റവറൻഡ് ഡേവിഡ് ഡാനിയൽ, തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ കൃഷ്ണകുമാർ, കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് ഫിലിപ്പ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ തോമസ് കോശി, ടിജു എം ജോർജ്, ജോർജ് കെ നൈനാൻ, പി പി അച്ഛൻകുഞ്ഞ്, മാത്യു ജോൺ, അനി കോശി ചാക്കോ, ലാലമ്മ വർഗീസ്, ജോസ് പി വൈക്കൽ, റവറൻഡ് റൊണാൾഡ് രാജു, റവറൻഡ് ടി ബാബു, റവറൻഡ് അലക്സ് എ, സുബി പള്ളിക്കൽ, തോമസ് ജോർജ്, സാം ജേക്കബ്, സെൽവരാജ് എന്നിവർ പങ്കെടുത്തു. മണിപ്പൂർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ക്ഷമാപണം മാത്രമാകാതെ കർശന നടപടികളും ശാശ്വത സമാധാനവുമാണ് ആവശ്യമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത. 27ാമത് ഇലന്തൂർ സി ടി മത്തായി സ്മാരക പ്രഭാഷണം ഇലന്തൂർ YMCA ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പൊലീത്ത. മണിപ്പൂരിൽ നിന്ന് ഇപ്പോഴും കേൾക്കുന്നത് സംഘർഷങ്ങളുടെ വാർത്തകളാണ്. 19 മാസങ്ങളായി ഇരുവിഭാഗങ്ങൾ തമ്മിൽ വംശീയ സംഘർഷം തുടരുന്നു. 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. വീടുകൾ അഗ്നിക്കിരയായി. ബന്ധങ്ങളുടെ വീണ്ടെടുപ്പിലൂടെ മാത്രമേ ശാശ്വത സമാധാനം സാധ്യമാകൂ. അതിനുള്ള നടപടികളാണ് ആവശ്യമെന്നും മാറുന്ന ലോകം, മാറുന്ന മാനവികത എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്ന മെത്രാപ്പൊലീത്ത പറഞ്ഞു. മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കുക എന്നതാണ് മാനവികതയുടെ അടിസ്ഥാനം. തന്നെ പോലെ മറ്റുള്ളവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും വകവെച്ചു കൊടുക്കാനും എല്ലാവരെയും പരിഗണിക്കാനും സാധിക്കുന്നിടത്താണ് മനുഷ്യത്വം രൂപമെടുക്കുന്നത്. സ്നേഹമെന്ന വികാരം ഇല്ലാതാകുന്ന കാലമാണിത്. സ്വാർത്ഥമായി ജീവിക്കാൻ മനുഷ്യൻ പഠിക്കുന്ന കാലം. മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും മറന്നുപോകുന്നതായും മെത്രാപ്പൊലീത്ത പറഞ്ഞു. സ്മാരക സമിതി പ്രസിഡന്റ് MB സത്യൻ അധ്യക്ഷനായിരുന്നു. മാർത്തോമ സഭ നിരണം മാരാമൺ ഭദ്രാസന കൺവെൻഷൻ തിരുവല്ല സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ ആരംഭിച്ചു. 12-ന് സമാപിക്കും. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കുമെല്ലാം വളരെ പരിചയമായ ഒരു സാഹചര്യത്തിൽ വിശ്വാസ സമൂഹത്തിൽ നിന്ന്
സെക്കുലറായി തീരുന്നതിനായിട്ടുള്ളൊരു പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യത്തെ നാം മറന്നു പോകരുത്. മൂല്യബോധമുള്ള സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് ആവശ്യമെന്ന് മെത്രാപ്പൊലീത്ത പറഞ്ഞു. സാം ചെമ്പകത്തിൽ പ്രസംഗിച്ചു. മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന, സൃഷ്ടികളെ ചേർത്ത് നിർത്തുന്നതായ ഒരു ദൈവം, മനുഷ്യനെ രക്ഷിക്കാൻ കാരണം തിരയുന്നതായ ഒരു ദൈവം. ദുഷ്ടത വിട്ടുതിരിഞ്ഞ നിനവയിലെ ജനങ്ങളോട് ദൈവം ക്ഷമിക്കുന്നു. പക്ഷേ യോനായിക്ക് അതിനോട് താല്പര്യം തോന്നുന്നില്ല. സീനിയർ വികാരി ജനറൽ വെരി റവറൻഡ് മാത്യു ജോൺ, സഭാ സെക്രട്ടറി റവറൻഡ് എബി ടി മാമൻ, വൈദിക ട്രസ്റ്റി റവറൻഡ് ഡേവിഡ് ഡാനിയൽ, ഭദ്രാസന സെക്രട്ടറി റവറൻഡ് മാത്യൂസ് എ മാത്യു, ട്രഷറർ അനീഷ് കുന്നപ്പുഴ, കൺവെൻഷൻ കൺവീനർ ലിനോജ് ചാക്കോ, റവറൻഡ് മാത്യു വർഗീസ്, റവറൻഡ് കെ എം മാത്യു എന്നിവർ പ്രസംഗിച്ചു. സേവികാ സംഘം സന്നദ്ധ സുവിശേഷക സംഘം സംയുക്ത സമ്മേളനം ഡോക്ടർ യുയാക്കിം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ബാബു പുല്ലാട് പ്രസംഗിച്ചു. ഭദ്രാസന ബസ്കിയാമോസ് സമ്മേളനവും സംഘടിപ്പിച്ചു. വൈകുന്നേരം ചേർന്ന പൊതുയോഗത്തിൽ യാക്കോബായ സഭ ഇടുക്കി ഭദ്രാസന അധ്യക്ഷൻ സക്കറിയാസ് മാർ ഫിലക്സിനോസ് മെത്രാപ്പൊലീത്ത പ്രസംഗിച്ചു. 11 രാവിലെ 10 മണിക്ക് കുട്ടികളുടെ യോഗവും വൈകുന്നേരം 4 ഇടവക ട്രസ്റ്റിമാരുടെ യോഗവും ചേരും. വൈകുന്നേരം 6 മണിക്ക് റവറൻഡ് എ ടി സക്കറിയ പ്രസംഗിക്കും. 12 രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാനയും 10 സമാപന യോഗവും ചേരും. റവറൻഡ് എബ്രഹാം പി ഉമ്മൻ പ്രസംഗിക്കും. മാർത്തോമ മെത്രാപ്പൊലീത്ത സമാപന സന്ദേശവും നൽകും. തെളിയൂർ MCRDയും പുന്നക്കാട് യുവജന സഖ്യം സീനിയേഴ്സും മാരാമൺ സെന്റർ യുവജന സഖ്യവും സംയുക്തമായി പിറവി 2025 ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. കലാഭവൻ പ്രചോദ് മുഖ്യ അതിഥിയായി പങ്കെടുത്ത് വിവിധ കലാപ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. റവറൻഡ് മത്തായി ജോസഫ് സന്ദേശം നൽകി. പാലാക്കുന്ന് സെന്റ് പോൾസ് മാർത്തോമ ഗായിക സംഘം ഗാനശുശ്രൂഷ നിർവഹിച്ചു. മിമിക്രി ആർട്ടിസ്റ്റ് ജയൻ ഓസ്കാർ, മാരാമൺ സെന്റർ യുവജന സഖ്യം, MCRD കുട്ടികൾ എന്നിവരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. റവറൻഡ് റിജീഷ് പി മാത്യു, സജി ഫിലിപ്പ്, അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പനച്ചമൂട്ടിൽ, റവറൻഡ് ജിജു ജോൺ, റവറൻഡ് ബെനു തയ്യിൽ, റവറൻഡ് പ്രിൻസ് ആർ, റവറൻഡ് വിനോദ് കെ ജോർജ്, ലിബു മാത്തുണ്ണി എന്നിവർ പ്രസംഗിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന കൺവെൻഷൻ പന്തലിന് കാൽനാട്ടി. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ, വികാരി ജനറൽ വെരി റവറൻഡ് KY ജേക്കബ്, റവറൻഡ് ഷിബു എബ്രഹാം ജോൺ, റവറൻഡ് ഷിബു സാമുവേൽ, റവറൻഡ് ജോജി കെ മാത്യു, ജോർജ് പണിക്കർ കെ, അലക്സ് ഡാനിയൽ എന്നിവർ നേതൃത്വം നൽകി. വൈദികർ, സഭാ ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, അസംബ്ലി മണ്ഡലാംഗങ്ങൾ, വിവിധ സബ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ജനുവരി 26 മുതൽ ഫെബ്രുവരി 2 വരെ കൊട്ടാരക്കര ജൂബിലി മന്ദിരം കൺവെൻഷൻ ഗ്രൗണ്ടിലാണ് കൺവെൻഷൻ നടത്തുകയെന്ന് പബ്ലിസിറ്റി കമ്മിറ്റി ഭാരവാഹികളായ റവറൻഡ് അലക്സ് പി ജോൺ, റെഞ്ചി തോമസ്, സനഹ് വർഗീസ് എന്നിവർ അറിയിച്ചു. തെക്കിൻ്റെ മാരാമൺ എന്ന് അറിയപ്പെടുന്ന കൊട്ടാരക്കര കൺവെൻഷൻ 2025 ജനുവരി മാസം 26-ാം തീയതി മുതൽ ഫെബ്രുവരി 2-ാം തീയതി വരെ നടത്തുവാനായിട്ടുള്ള ക്രമീകരണത്തിന്റെ ഭാഗമായി പന്തലിന്റെ കാൽനാട്ട് കർമ്മം ഭദ്രാസന അഭിമന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ നിർവഹിക്കുകയുണ്ടായി. ഈ കൺവെൻഷനിലൂടെ ഈ സമൂഹത്തിനും സഭയ്ക്കും ഭദ്രാസനത്തിനും രൂപാന്തരത്തിന്റെയും പുതുക്കത്തിന്റെയും നന്മയുടെയും അനുഭവമായി തീരുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന താൽപര്യപ്പെടുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാർത്തോമ സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൺവെൻഷൻ ആയൂർ മാർത്തോമ കോളേജ് അങ്കണത്തിൽ ആരംഭിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ഒരു മനസ്സോടുകൂടെ ഏകാത്മാവിൽ ദൈവസന്നിധിയിൽ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും യാചനയും ശ്രവിക്കുന്നതായ ദൈവം, ആ ദൈവം നമുക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ കൺവെൻഷൻ നമ്മൾ ആരംഭിച്ച് ഈ അടുത്ത 4 ദിവസങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നതായൊരു അനുഭവമായിട്ട് ഇത് തീരണം.
ദൈവവചനത്തിൻ്റെ മർമ്മം ഗ്രഹിച്ച് വ്യക്തിജീവിതം രൂപാന്തര അനുഭവത്തിലേക്ക് വരുവാൻ സഹായകരമാകണം. നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ക്രിയാത്മകമായി പ്രവർത്തിപ്പാനായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിതരാകുന്നതായ ഒരു സന്ദർഭമായി ഇത് തീരണം. വികാരി ജനറൽ വെരി റവറൻഡ് ശ്യാം പി തോമസ് പ്രസംഗിച്ചു. സേവികാ സംഘം സന്നദ്ധ സുവിശേഷക സംഘം സംയുക്ത പൊതുയോഗത്തിൽ വെരി റവറൻഡ് ശ്യാം പി തോമസ് പ്രസംഗിച്ചു. വൈകുന്നേരം നടന്ന പൊതുയോഗത്തിൽ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത അധ്യക്ഷനായിരുന്നു. റവറൻഡ് എബ്രഹാം പി ഉമ്മൻ പ്രസംഗിച്ചു. 11 രാവിലെ 10 മണിക്ക് കുട്ടികളുടെ കൺവെൻഷനിൽ റവറൻഡ് അശ്വിൻ ജോയ്സും സംഘവും നേതൃത്വം നൽകും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് യുവവേദി യോഗത്തിൽ ജിജി തോംസൺ പ്രസംഗിക്കും. വൈകുന്നേരം 7 മണിക്ക് പൊതുയോഗത്തിൽ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ പ്രസംഗിക്കും. 12 ഞായർ രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകും. റവറൻഡ് അരുൺ സന്ദേശം നൽകും. കുഴൽമന്ദം ക്രിസ്തുദാസ ആശ്രമ ദിനവും പാലക്കാട് മിഷന്റെ 101 വാർഷിക ആഘോഷവും അനുഗ്രഹീതമായി. കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ബന്ധങ്ങളുടെ പുനഃസ്ഥാപനത്തിലൂടെ മനുഷ്യത്വം വീണ്ടെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. റവറൻഡ് മോൻസി ടി മോനച്ചൻ അധ്യക്ഷനായിരുന്നു. സിസ്റ്റർ പി എസ് മറിയാമ്മ, റവറൻഡ് സജു ബി ജോൺ, റവറൻഡ് ജിനു എബ്രഹാം, പഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായണൻ, റവറൻഡ് സാം ടി മാത്യു, റവറൻഡ് ഫെബിൻ ജോൺ എബ്രഹാം, സാം ജോയ്, എൽ തങ്കച്ചൻ, കൊച്ചുമാമൻ, ബേബി മാത്യു എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന കൺവെൻഷൻ ജനുവരി 22 മുതൽ 26 വരെ ആറാട്ടുപുഴ തരംഗം മിഷൻ ആക്ഷൻ സെന്ററിൽ നടത്തും. 22 വൈകുന്നേരം 6 മണിക്ക് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുയാക്കീം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷനായിരിക്കും. മെത്രാപ്പൊലീത്തയുടെ സെക്രട്ടറി റവറൻഡ് കെ ഇ ഗീവർഗീസ് പ്രസംഗിക്കും. 23 വൈകുന്നേരം 6 മണിക്ക് റവറൻഡ് റൻസി തോമസ് ജോർജ് പ്രസംഗിക്കും. 24 രാവിലെ 10 മണിക്ക് സന്നദ്ധ സുവിശേഷക സംഘം സേവികാ സംഘം പൊതുയോഗത്തിൽ കോശി ജോൺസണും കരുതൽ മീവ ഫെലോഷിപ്പ് യോഗത്തിൽ റവറൻഡ് വർഗീസ് കെ എബ്രഹാമും പ്രസംഗകരായിരിക്കും. വൈകുന്നേരം റവറൻഡ് കെ സി സന്തോഷ് പ്രസംഗിക്കും. 25 രാവിലെ 8 മണിക്ക് സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടവരുടെ സമർപ്പണവും 10 സൺഡേ സ്കൂൾ കുട്ടികളുടെ സമ്മേളനവും 3 യുവജന സമ്മേളനവും വൈകുന്നേരം പൊതുയോഗവും ചേരും. സക്രിയാസ് മാർ സെവേറിയോസ് മെത്രാപ്പൊലീത്ത, റവറൻഡ് സജേഷ് മാത്യു, റവറൻഡ് കെ സി സന്തോഷ് എന്നിവർ പ്രസംഗിക്കും. 26 ഞായർ രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികനായിരിക്കും. 11 സമാപന സമ്മേളനം ചേരും. കൂടുതൽ സഭാവിശേഷങ്ങളും വാർത്തകളുമായി മാർത്തോമാ വിഷനിലൂടെ അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. ഷാലോം.